നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് നിന്നുള്ള പ്രധാന വാർത്തകൾ. കേരളം നവജാത ശിശുക്കളുടെ സ്വർഗമെന്ന് 4ാമത് ദേശീയ കുടുംബാരോഗ്യ സർവേ. മരണനിരക്ക് 1000-6 മാത്രം. മനുഷ്യരിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് വിറ്റാമിൻ ബിക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. 4000 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് വലിപ്പമുള്ള ECG മെഷീനുമായി ഇന്ത്യൻ ഗവേഷകർ. വാർത്തകൾ വിശദമായി. കേരളം നവജാത ശിശുക്കളുടെ സ്വർഗമെന്ന് 4ാമത് ദേശീയ കുടുംബാരോഗ്യ സർവേ. നവജാത ശിശുമരണ നിരക്ക് കുറച്ചുകൊണ്ടുവരുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലും അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾക്ക് തുല്യവുമായ നേട്ടത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങളിൽ 6 പേർ മാത്രമാണ് ഒരു വയസ്സിന് മുൻപ് മരിക്കുന്നതെന്നാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. ശ്വാസമുട്ടൽ, ജനനസമയത്തെ സങ്കീർണതകൾ തുടങ്ങിയവ മൂലമാണ് നവജാത ശിശുമരണങ്ങൾ ഏറുന്നതെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഇന്ത്യയിലെ ആകെയുള്ള ശിശുമരണ നിരക്കിലും കുറവ് വന്നിട്ടുണ്ട്. 10 വർഷം മുൻപ് 1000-57 എന്നത് നിലവിൽ 1000-41 എന്ന നിരക്കിലായിട്ടുണ്ട്. മനുഷ്യരിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് വിറ്റാമിൻ ബിക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകരാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം ശരീരത്തിലെ പ്രതിരോധ ശക്തി സാധ്യമാക്കുന്ന ജീനുകളുടെ ഘടനയിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നു. PM2.5 എന്ന ജീനിന്റെ ഘടനയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന മാറ്റം ശരീരത്തിന്റെ ആരോഗ്യത്തെ ഉൾപ്പെടെ തകർക്കുന്നു. ദിവസേന വിറ്റാമിൻ ബിയുടെ ഉയർന്ന ഉപയോഗത്തിലൂടെ ജീനിലുണ്ടാകുന്ന മാറ്റത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകജനതയുടെ 90% ജീവിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം കൂടിയ പ്രദേശങ്ങളിലാണ്. മെക്സിക്കോ, ബീജിംഗ് ഉൾപ്പെടെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ നഗരങ്ങളിൽ പുതിയ ഗവേഷണ ഫലങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗവേഷകർ പറയുന്നു. പ്രൊസീഡിംഗ്സ് ജേർണലിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗൌട്ട് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീയാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഗൌട്ട് എന്ന രോഗാവസ്ഥ എന്താണ്? പൊതുവെ നമ്മൾ മലയാളികൾ ഏത് പേരിലാണ് ഈ ഒരു രോഗത്തെ കേട്ടു പരിചയമുള്ളത്? ഗൗട്ട് എന്ന രോഗമെന്ന് പറഞ്ഞാൽ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടിയ ഒരു അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതൊരു ഗ്രീക്ക് വേർഡാണ് ഗൗട്ട്. ഗട്ട എന്ന് പറഞ്ഞൊരു വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്നാണ് എൻ്റെ മീനിങ്. അത് യൂറിക് ആസിഡ് ലെവല് ശരീരത്തിൽ കൂടിയിട്ട് അതൊരു ആസിഡാണ്, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആസിഡാണ്. അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ശരീരത്തിലെ ജോയിൻറ്റിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ജോയിൻറ്റ് നശിച്ചു പോയിട്ട് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കാലിലെ ഫുട്ടിലെ ജോയിൻറ്റിലാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. മാത്രവുമല്ല, ഇത് കിഡ്നിയെ ബാധിക്കുന്നു. കിഡ്നിയിൽ ഇത് യൂറേറ്റ് സ്റ്റോണായിട്ട് അവിടെ യൂറിട്രിക് സ്റ്റോണും കിഡ്നിയിലെ പാരൻകൽ ഡാമേജും ഉണ്ടാക്കുന്നു. മാത്രവുമല്ല, ഹൃദയത്തിൻ്റെയും തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അതറോസ്ക്ലിറോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഈ യൂറിക് ആസിഡ് ലെവൽ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകും. അങ്ങനെ ശരീരത്തിലെ അസ്ഥി മാത്രമല്ല ബാക്കി ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അത് തികച്ചും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണത്. ഓക്കെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇതിനെ ഒരു റോയൽ ഡിസീസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കിങ് ഓഫ് ഡിസീസസ് അഥവാ ഡിസീസ് ഓഫ് കിങ്സ് എന്നാണ്. അതായത് റോയൽ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ ആൽക്കഹോൾ കൺസപ്ഷൻ, റെഡ് മീറ്റ്, ഇതൊക്കെ ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പം വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എ ഡിസീസ് ഓഫ് ബിയർ ആൻഡ് ബീഫ് എന്നും പറയാറുണ്ട്. അതായത് കൂടുതലായിട്ടും ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ ബിയർ, വൈൻ, ആൽക്കഹോൾ ആയ ഈ റം, വിസ്കി, അതൊക്കെ കഴിക്കുന്നവർക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്കറിയാം, ഈ ബിയറും വൈനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ബിയറിൽ 7%, വൈനിൽ 8 മുതൽ 12% ഉണ്ട്. ആൽക്കഹോൾ കണ്ടന്റ് താരതമ്യപ്പെടുത്തുമ്പോൾ വൈനിലാണ് ബിയറിനേക്കാളും കൂടുതൽ ആൽക്കഹോൾ ഉള്ളത്. പക്ഷേ ബിയറിൽ പ്യൂറിൻ എന്ന് പറഞ്ഞ ഒരു ഘടകമുള്ളതിനാൽ അതിനകത്ത് അതിൻ്റെ എൻ പ്രൊഡക്റ്റാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ബിയർ കഴിക്കുന്നവർക്ക് ആൽക്കഹോൾ കണ്ടന്റ് കുറവാണെങ്കിൽ പോലും ഈ യൂറിക് ആസിഡ് ലെവൽ കൂടാനും ഗൗട്ട് വരാനുള്ള സാധ്യത ഈ വൈൻ കുടിക്കുന്നവരെക്കാളും കൂടുതലാണ്.
പിന്നീട് ഈ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളുള്ള ഏത് പദാർത്ഥങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ വിസ്കി, റം ഏത് കഴിച്ചിരുന്നാലും യൂറിക് ആസിഡ് കൂടി ഗൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റെഡ് മീറ്റ് കഴിക്കുന്നവർക്ക് വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം റെഡ് മീറ്റ് ഏറ്റവും കൂടുതലുള്ളത് ബീഫിലാണ്. ബീഫ് കഴിക്കുന്നവർക്ക്, മട്ടണിലുണ്ട്, ചിക്കൻ്റെ ലെഗ്, അങ്ങനത്തെ ചില പോർഷൻസിലുണ്ട്. എന്നാൽ കൂടുതലും ബീഫിലാണ് കൂടുതലായിട്ട് ഈ റെഡ് മീറ്റ് ഉള്ളത്. മട്ടണിലും ഉണ്ട്. പിന്നെ ഈ ചില ഫിഷസ്, ഇപ്പം ചെമ്മീൻ, സാർഡിൻ എന്ന് പറഞ്ഞ് ഈ ചാള, അങ്ങനത്തെ ചില മത്സ്യങ്ങൾ കഴിച്ചാൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൂടുതലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഓക്കെ, ഈ ലൈഫ് സ്റ്റൈൽ അല്ലാതെ പാരമ്പര്യമായിട്ട് ഈ രോഗം കാണപ്പെടാറുണ്ടോ? അതെ, എൻഡോജീനസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞത് എക്സോജീനസ് കോസസ് എന്ന് പറയും. അതായത് നമ്മൾ പുറത്തു നിന്ന്, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാതെ പുറത്തു നിന്ന് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചുണ്ടാക്കുന്നതാണ് എക്സോജീനസ് എന്ന് പറയുന്നത്. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലാതെ തന്നെ ശരീരത്തിനുള്ളിൽ തന്നെ ഡീനോവോ ആയിട്ട് എൻഡോജീനസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില പിന്നെ അസുഖങ്ങളുണ്ടാകും. ഇപ്പം ചില എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ജനറ്റിക്കായിട്ട് ഈ അസുഖം വരാം. അത് അല്ലാതെ തന്നെ ഈ ബ്ലഡ് ക്യാൻസർ, ഇപ്പം ലുക്കീമിയ, മൈലോമ എന്ന് പറഞ്ഞ ചില ബ്ലഡ് ക്യാൻസേഴ്സിലും ഇതിനകത്ത് പിന്നെ ഇവിടെ മെറ്റബോളിസം കൂടുതൽ നടക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ കീമോതെറാപ്പി ചെയ്യുന്ന അവർക്കിത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റീനൽ ഫെയിലുവർ, അതായത് കിഡ്നിയുടെ പ്രവർത്തനം തകരുന്ന അവസ്ഥകൾ. അപ്പോൾ കൂടുതലായിട്ടും ഡയബറ്റിക് പേഷ്യൻസ്, നമുക്കറിയാം കേരളത്തിൽ 3-ൽ 1 ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഗ്ലൈസിമിക് കൺട്രോൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അവർക്ക് ഓർഗൻ ഡാമേജ് ഉണ്ടാകും. ഓർഗൻ ഡാമേജ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. അപ്പോൾ കിഡ്നിയെ ബാധിക്കുന്നു. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് അല്ലാതെ വരുമ്പോൾ എൻ സ്റ്റേജ് റീനൽ ഫെയിലർ വന്നിട്ട് കിഡ്നി ഫെയിലർ ആകുമ്പോഴത്തേക്കും യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിക് ആസിഡ് പുറത്ത് കളയാൻ പറ്റാതെ കിഡ്നി ഫെയിലർ ഉണ്ടായിരിക്കുമ്പോൾ ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂടിയിട്ട് അവർക്കും ഗൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഈ ഒരു രോഗാവസ്ഥ കാണാറുണ്ടോ? അതെ, ചില മരുന്നുകൾ, ഉദാഹരണമായി പലരും ആസ്പിരിൻ കഴിക്കുന്നവരുണ്ട്. ആസ്പിരിൻ, ലോ ഡോസ് ആസ്പിരിൻ തന്നെ 2 രീതിയിലാണ്. ലോ ഡോസും ഉണ്ട്, ഹൈ ഡോസും ഉണ്ട്. ഹൈ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം വരത്തില്ല, യൂറിക് ആസിഡിനെ കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. ഇതിനെ ലോ ഡോസ് ആസ്പിരിൻ ആണെങ്കിൽ ഈ പിന്നെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ TBക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, അങ്ങനെ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, ദയവായി ലൈവിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കുടുംബമെന്നത് സൂത്രവാക്യങ്ങളുടെ കൂടാകുമ്പോൾ ജീവിതമെന്ന നാടകം ആടിത്തീർക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളുടെ കഥ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ഇന്ന് രാത്രി 7:30 നിലാവും നക്ഷത്രങ്ങളും. സ്വാഗതം. ചർച്ചയിലേക്ക് ഗൗട്ട് എന്ന രോഗത്തെക്കുറിച്ച് അറിവ് വാർത്തകൾ ചർച്ച ചെയ്യുന്നു. ഡോക്ടർ ശബരി ശ്രീയാണ് ചർച്ചയിൽ. ഡോക്ടർ, ഇതിനൊരു ലിംഗഭേദമുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ കാണുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൂടുതൽ കാണുന്നു? അത്തരത്തിലുള്ള ലിംഗഭേദം ഈ രോഗത്തിനുണ്ടോ? അതെ, ഈ അസുഖം എന്ന് പറയുന്നത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. അത് ഒരു 20 വയസ്സ് മുതൽ 40 വയസ്സിനിടയ്ക്കുള്ള ആ ഏജ് ഗ്രൂപ്പിലാണ് ഇത് കൂടുതൽ കാണുന്നത്. സ്ത്രീകളിലത് റെയർ എന്ന് പറയാൻ കാര്യം, അവരൊരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 16 വയസ്സ് മുതൽ ഒരു 55 വയസ്സ് വരെ റീപ്രൊഡക്റ്റീവ് ആ ഏജ് ഗ്രൂപ്പ്, ആ സമയത്ത് അവർക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് അവരുടെ മെനോപോസ് യൂഷ്വലി ഒരു 50 ഇയേഴ്സോ 55 വയസ്സിലൊക്കെ ആയിരിക്കും മെനോപോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത്. ആ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഈക്വൽ റിസ്ക്കാണ്. അതായത് ഒരു 16 വയസ്സ് മുതൽ ഒരു 50-55 വയസ്സ് വരെ
ഈ അസുഖം സ്ത്രീകളിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ അവർ കൺട്രോൾ ചെയ്യുന്നത് കാരണം ഈ ഗൗട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം 20 മുതൽ 40 വയസ്സിൻ്റെ ഇടയിൽ പുരുഷന്മാരിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അമിതവണ്ണവുമായിട്ട് ഈ രോഗത്തിന് ബന്ധമുണ്ടോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇതിനൊരു മെറ്റബോളിക് ഡിസീസും കൂടിയാണ്. അതിനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഒരു സിൻഡ്രോം എക്സ് എന്ന് പറഞ്ഞൊരു സിൻഡ്രോം ഉണ്ട്. അതായത് ഒബീസിറ്റി, അതായത് അമിതവണ്ണം, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹൈപ്പർ ലൈപ്പിഡീമിയ എന്ന് പറയും, അതായത് കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ഡയബറ്റിസ്, ഇതെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സിൻഡ്രോമാണ് സിൻഡ്രോം എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റബോളിക് സിൻഡ്രോം ഈ പറഞ്ഞ ഗൗട്ടുമായി വളരെയധികം ബന്ധമുണ്ട്. അതായത് അമിതവണ്ണമുള്ളവരിൽ, ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരിൽ ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഗൗട്ടുള്ള ആൾക്കാരിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് ഡയബറ്റീസ് ഉണ്ടോ, അവർക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണോ, അവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണോ, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം ഇവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പിന്നെ സിൻഡ്രോമിലാണ് ഇത് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പം ഗൗട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ഓക്കെ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. അതെ, ഇതിന് പല സ്റ്റേജസ് ഉണ്ട്. അക്യൂട്ട് ഗൗട്ട് എന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അക്യൂട്ട് ഗൗട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഏറ്റവും എക്സ്ട്രീംലി പെയിൻഫുൾ ആയിട്ടുള്ള, ഒത്തിരി വേദന ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഫുട്ടിലെ ജോയിൻ്റിലെ, പാദത്തിലെ ജോയിൻ്റിനെയാണ് ഇത് ബാധിക്കുന്നത്. പാദത്തിലെ ജോയിൻ്റ് തന്നെ ഈ പെരുവിരലിൻ്റെ അടുത്തുള്ള മെറ്റാടാർസോഫലാഞ്ചൽ ജോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ടോ, നമ്മുടെ പെരുവിരലിൻ്റെ അടുത്തുള്ള ഒരു ജോയിൻ്റ് മെറ്റാടാർസോഫലാഞ്ചൽ ജോയിൻ്റ് എന്ന് പറയും. ആ ജോയിൻറ്റിലാണ് ഇത് ബാധിക്കുന്നത്. അക്യൂട്ട് ഗൗട്ട് വരുമ്പോഴത്തേക്കും ആ പാദത്തിൻ്റെ ആ ഭാഗം സ്വള്ളനായിരിക്കും, അവിടെ നീരുണ്ടാവും, അവിടെ റെഡ്നെസ് ഉണ്ടാകും, ചുമന്ന് കാണും, എക്സ്ട്രീംലി പെയിൻഫുള്ളായിരിക്കും. ഈവൻ ഒരു ചെറിയൊരു കാറ്റടിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മാറ്റുന്ന പോലും അവിടെ വളരെ എക്സ്ട്രീംലി പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ പിന്നെ അക്യൂട്ട് ഗൗട്ട് എന്ന് തന്നെ പൊഡാഗ്ര എന്നാണ് പറയുന്നത്. ഫുട്ടിലെ ജോയിൻറ്റിലെയാണ് അത് ബാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്രോണിക് ഗൗട്ട് എന്ന് പറയും. അതായത് പിന്നീട് അതിൻ്റെ ചികിത്സ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇത് ഈ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ഇത് ഒരു വൈറ്റ് കളറിലൊരു ക്രിസ്റ്റലായിട്ട് തന്നെ ടോഫസ് എന്ന് പറയും. ആ ഒരു ചോക്കി മെറ്റീരിയലായിരിക്കും, വെളുത്ത് കാണുന്ന ഒരു ചോക്കി മെറ്റീരിയലായിട്ട് ഇത് ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ജോയിൻറ്റിന് ഡാമേജ് ഉണ്ടായിട്ട് ആർത്രൈറ്റിസ് ഉണ്ടായി ആ ജോയിൻറ്റ് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ യൂറിക് ആസിഡ് ലെവൽ കൂടുമ്പോഴത്തേക്കും അതർ ഓർഗൻസിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ പാരൻകൈമയിലേക്ക്, റീനൽ പാരൻകൈമൽ ഡാമേജ് ഉണ്ടാക്കാനും യൂറിട്രിക് സ്റ്റോണും റീനൽ സ്റ്റോൺസും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രക്തക്കുഴലുകളിൽ, അതായത് ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയും, രക്തക്കുഴലുകളിൽ കട്ടി വയ്ക്കുന്ന ഒരു അസുഖമാണ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. അതുണ്ടാവാനുള്ള സാധ്യത ഈ യൂറിക് ആസിഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഹൃദയത്തിലേക്കുള്ള കൊറോണറി ആർട്ടീരിയോസ്ക്ലീറോസിസും അല്ലെങ്കിൽ അതറോസ്ക്ലീറോസിസും സെറിബ്രൽ അതറോസ്ക്ലീറോസിസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈ കാലിൻ്റെ പെരുവിരലിനടുത്തല്ലാതെ മറ്റേതൊക്കെ ശരീരഭാഗങ്ങളിൽ ഇത് കാണപ്പെടാറുണ്ടോ? പ്രത്യേകിച്ച് ജോയിന്റിൽ, അസ്ഥിയിലെ ജോയിന്റിൽ കൂടുതൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പെരുവിരലിൽ, ആ കാലിലെ പെരുവിരലിലാണ് കൂടുതൽ കാണുന്നത്. കാലിൽ തന്നെ ഫുട്ടിൽ അതർ ജോയിന്റ്സിൽ വരാം. ആങ്കിളിനെ ബാധിക്കാം, റിസ്റ്റിനെ ബാധിക്കാം, ഹാൻഡ് ജോയിന്റ്സിനെ ബാധിക്കാം. പക്ഷേ കൂടുതലായിട്ടും ഫുട്ടിലാണിത് കൂടുതൽ കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയുന്നത്? എന്തൊക്കെ പരിശോധനകളിലൂടെയാണ് രോഗം തിരിച്ചറിയുന്നത്? അതെ, ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റാണ് സീറം യൂറിക് ആസിഡ് ലെവൽ എന്ന് പറയും. അതായത് ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് നോക്കും. സാധാരണയായി 6 mg/dL എന്ന് പറഞ്ഞ ഒരു ഓരോ ലാബിനും ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ ഉണ്ട്. എന്നാലും ഒരു 6 mg/100 ml എന്നുള്ള വാല്യൂവിന് താഴെയാണെങ്കിൽ നോർമലായിരിക്കും. ഈ 6 mg% കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയും. പക്ഷേ ഈ രോഗം സ്ഥിരീകരിക്കാൻ, ഇത് ഗൗട്ടാണെന്ന് 100% പറയണമെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അക്യൂട്ട് ഗൗട്ട് എന്ന് പറഞ്ഞ് കാലിൽ ഈ ജോയിൻറ്റിൽ ഇൻഫ്ലമേഷനും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും യൂറിക് ആസിഡ് ലെവൽ ബ്ലഡിൽ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കാം. അതുകൊണ്ട് ബ്ലഡിലെ ലെവലും ഈ പറഞ്ഞ സിംറ്റവുമായിട്ട് എപ്പോഴും കോറിലേറ്റ് ചെയ്ത് പോകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ആസ്പിറേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ആ ജോയിൻറ്റിൽ നിന്ന്
ഫ്ലൂയിഡ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു, ആസ്പിറേറ്റ് ചെയ്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ കൂടി അതിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പ് നോക്കുന്നത്. ഇത് മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ നീഡിൽ ഷേപ്പ് സൂചി പോന പോലെ ഇരിക്കുന്ന ക്രിസ്റ്റൽസാണ് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടി കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് 100% പറയാം ഈ രോഗിക്ക് ഈ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. എന്നിരുന്നാലും നമ്മൾ യൂറിക് ആസിഡ് ലെവൽ നോക്കണം. പക്ഷേ യൂറിക് ആസിഡ് ലെവൽ നോർമൽ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ഗൗട്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൺട്രോൾഡ് അല്ലാതെ പോവുകയാണെങ്കിൽ, ക്രോണിക് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ ക്രോണിക് ടോഫേഷ്യസ് ഗൗട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചോക്കി വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ്റേ തന്നെ ബോണിൻ്റെ ഡിസ്ട്രക്ഷൻ അറിയാൻ പറ്റും. ഇങ്ങനെ പഞ്ചർ ഔട്ട് ലീഷൻസ് ആയിട്ട് എക്സ്റേയിൽ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ എക്സ്റേ ഫൈൻഡിങ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അതിന് അൾട്രാസൗണ്ട് അബ്ഡോമൻ എടുക്കണം. അൾട്രാസൗണ്ട് അബ്ഡോമൻ എടുത്തിട്ട് അതിനകത്ത് റീനൽ പെൽവിസിന് സ്റ്റോൺ ഉണ്ടോ, യൂറിട്രിക് കാൽക്കുലർ ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, എന്താണ് ഈ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ അക്യൂട്ട് ഫേസ്, അക്യൂട്ട് ഗൗട്ട് എന്ന് പറഞ്ഞ പൊഡാഗ്ര എന്ന് പറഞ്ഞ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. യൂഷ്വലി ഇൻഡോമെറ്റാസിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് സാധാരണ കൊടുക്കുന്നത്. അല്ലാണ്ട് കോൾസിച്ചിൻ എന്ന് പറഞ്ഞൊരു മെഡിസിന് നമ്മൾ ഇനിഷ്യൽ അക്യൂട്ട് ഫേസിൽ കൊടുക്കാറുണ്ട്. സ്റ്റീറോയിഡ്സ്, കോർട്ടിക്കോ സ്റ്റീറോയിഡ്സും കൊടുക്കാറുണ്ട്. ഇതൊക്കെ അക്യൂട്ട് ഫേസിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. ഇതിന് ക്രോണിക് ഫേസിലേക്ക് അല്ലെങ്കിൽ ക്രോണിക് സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്ന മരുന്ന് കൊടുക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും യൂറിക് ആസിഡ് കുറയ്ക്കുന്ന മരുന്നുകൾ ഒത്തിരി മാർക്ക് അവൈലബിൾ ആണ്. പക്ഷേ അക്യൂട്ട് സ്റ്റേജിൽ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല. അക്യൂട്ട് സ്റ്റേജിൽ നേരത്തെ പറഞ്ഞതുപോലെ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, കോൾസിച്ചിൻ, സ്റ്റീറോയിഡ്സ് എന്നിവയാണ് കൊടുക്കുന്നത്. ഇത് ക്രോണിക് സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് ശരീരത്തിൽ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്ന മരുന്നുകൾ. അത് പല ടൈപ്പ് മരുന്നുകളുണ്ട്. പ്രൊബനസൈഡ്, സൾഫിൻ പാരസോൾ, അങ്ങനെ പല മരുന്നുകൾ അവൈലബിൾ ആണ്. കുറച്ച് നാൾ മുമ്പ് തന്നെ അല്ലോപ്യൂരിനോൾ എന്ന് പറഞ്ഞൊരു മരുന്ന് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിന് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരളിന് ദോഷം വരുന്നതിനാണ്. അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ഫെബോക്സോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന് അവൈലബിൾ ആണ്. അത് 40 മില്ലിഗ്രാമിലും ഉണ്ട്, 80 മില്ലിഗ്രാമും ഉണ്ട്. അത് യൂറിക് ആസിഡ് ലെവൽ അനുസരിച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ കരളിന് ഡാമേജ് കുറഞ്ഞത് മാത്രമല്ല, കുറച്ചും കൂടി പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ് ഫെബോക്സോസ്റ്റാറ്റ്. അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ക്രോണിക് സ്റ്റേജിൽ കൊടുക്കുന്നത്. പിന്നെ ഇത് അൺകൺട്രോൾഡായിട്ട് പോവുകയാണെങ്കിൽ ജോയിൻറ്റ് ഡാമേജ് ഉണ്ടായിട്ട് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ പിന്നെ ജോയിൻറ്റ് ഫ്യൂഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർത്രോപ്ലാസ്റ്റി, യൂഷ്വലി ജോയിൻറ്റ് ഫ്യൂഷനാണ് ചെയ്യുന്നത്, ആർത്രോഡെസിസ് എന്ന് പറയും. അങ്ങനത്തെ ചികിത്സാ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോവേണ്ടി വരും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലുമായി മുന്നോട്ട് പോകുന്നവർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർ കൂടുതലും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ കോള, പെപ്സി, ഇതിലൊക്കെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. ആക്ച്വലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്സ് ആണ്, അമ്ലമാണ്, ആസിഡാണ്. അപ്പോൾ നമുക്കറിയാം ആസിഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോർ ടേസ്റ്റാണ്, പുളിയുള്ളതാണ്. അപ്പോൾ അത് മാസ്ക് ചെയ്യാൻ വേണ്ടി ഇവർ ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ആഡ് ചെയ്യും. ഇങ്ങനെ ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് റീനൽ സ്റ്റോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഒബീസിറ്റി, അവർക്ക് നേരത്തെ ഡയബറ്റീസ്, ഇങ്ങനെ ഇത് കാരണം പിന്നെ ഈ പറഞ്ഞ സിൻഡ്രോം, മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. മാത്രമല്ല റെഡ് മീറ്റ് കഴിക്കുന്നത്, എസ്പെഷ്യലി ഈ ബീഫ് അങ്ങനത്തെ റെഡ് മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ പറഞ്ഞ റെഡ് മീറ്റും. പിന്നെ ഡെഫിനറ്റ്ലി ആൽക്കഹോൾ. അത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം യങ്സ്റ്റേഴ്സ് ഒത്തിരി ബിയർ കൺസംഷൻ ഉണ്ട്, അവർക്കല്ലാണ്ട് ആൽക്കഹോൾ കൺസംഷൻ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ യൂറിക് ആസിഡ് ലെവൽ കൂട്ടിയിട്ട് ഗൗട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം കുറയ്ക്കണം. ഓക്കെ, ഗൗട്ട് എന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചുമാണ് ആരോഗ്യ വാർത്തകൾ എന്ന ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീയാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തത്. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള.
കൃത്യമായ ചികിത്സയും ആധുനിക ചികിത്സാ സൌകര്യത്തിന്റെ അഭാവവും മൂലം രാജ്യത്ത് ഓരോ ദിവസവും ഹൃദ്രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെന്നാണ് കണക്ക്. ECG പരിശോധനയാണ് ഹൃദ്രോഗം കണ്ടുപിടിക്കാനുള്ള പ്രധാന മാർഗമെങ്കിലും നഗരപ്രദേശങ്ങളൊഴികെ പല ഗ്രാമപ്രദേശങ്ങളിലും ആശുപത്രികളിൽ ഇതിനുള്ള സൌകര്യമില്ലാത്തത് ഹൃദ്രോഗത്താൽ മരിക്കുന്നവരുടെ എണ്ണം കൂടാൻ കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിന് പരിഹാരമെന്നോണം ആൻഡ്രോയിഡ് ഫോണിലൂടെ ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG പരിശോധിക്കാവുന്ന നൂതന യന്ത്രം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ഒരു കൂട്ടം ഗവേഷകർ. ക്രെഡിറ്റ് കാർഡ് വലിപ്പമുള്ള ECG മെഷീൻ ടെലി ECG മെഷീൻ എന്നാണ് അറിയപ്പെടുന്നത്. 4000 രൂപ മാത്രം വിലയുള്ള 12 ചാനൽ ECG മെഷീൻ മൊബൈൽ ചാർജർ ബന്ധിപ്പിക്കുന്നത് പോലെ ആൻഡ്രോയിഡ് ഫോണുമായി ബന്ധിപ്പിച്ചാണ് പരിശോധന. തുടർന്ന് ഡാറ്റ ഫോണിലൂടെ ലോകത്തെവിടെയുമുള്ള മറ്റൊരു ആൻഡ്രോയിഡ് ഉപഭോക്താവിന് അയച്ചുകൊടുത്ത് ഫലം വിലയിരുത്തുകയും ചെയ്യും. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. കേരളം നവജാത ശിശുക്കളുടെ സ്വർഗമെന്ന 4ാമത് ദേശീയ കുടുംബാരോഗ്യ സർവേ. മരണനിരക്ക് 1000-ൽ 6 മാത്രം. മനുഷ്യരിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് വിറ്റാമിൻ ബിക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. 4000 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് വലിപ്പമുള്ള ECG മെഷീനുമായി ഇന്ത്യൻ ഗവേഷകർ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.